നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 8, 2025 വെള്ളി. ട്രേഡ് താരിഫിന്റെ ആശങ്കകൾ അതിരൂക്ഷമായി വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ന് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇന്നത്തെ ഇടിവോട് കൂടിയിട്ട് നിഫ്റ്റി അതിന്റെ 3 മാസത്തെ ലോ ടച്ച് ചെയ്യുകയുണ്ടായി. പ്രധാനമായും 5 കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമായ ഘടകങ്ങൾ. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ട്രേഡ് താരിഫിന്റെ അനൗൺസ്മെന്റിന്റെ ഇമ്പാക്ട് ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ നമ്മുടെ മാർക്കറ്റിന് ഉച്ചതിരിഞ്ഞുള്ള റാലിയോടുകൂടി മറികടക്കാൻ സാധിച്ചു. എങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ദുർബലപ്പെടുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ചെറിയ ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ദൃശ്യമായതെങ്കിലും ഓപ്പണിംഗ് സെക്ഷനിൽ തന്നെ ഇന്നത്തെ ഡേ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതും ദൃശ്യമായി. നിഫ്റ്റി രാവിലെ 9:18 കൂടി തന്നെ ഡേ ഹൈ ആയ 24,585 ടച്ച് ചെയ്യുകയുണ്ടായി. പിന്നീട് 1 മിനിറ്റിന് ശേഷം 9:19 കൂടി അവിടെ നിന്നും മാർക്കറ്റ് ഗ്രാജുവലി ഫോൾ ആവുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. മാത്രമല്ല നിഫ്റ്റി 24,350 എന്ന ലെവല് ബ്രേക്ക് ചെയ്യാതെ പിടിച്ചു നിൽക്കുന്ന കാഴ്ചയും ഇന്ന് മാർക്കറ്റിൽ ഉടനീളം ദൃശ്യമായെങ്കിലും 3:13 കൂടി നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായ നഷ്ടത്തിന്റെ ഫലമായിട്ട് സെൻസെക്സിന് 765 പോയിന്റുകളും നിഫ്റ്റിക്ക് 232 പോയിന്റുകളും നഷ്ടമായപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 516 പോയിന്റുകളും ഫിൻ നിഫ്റ്റിക്ക് 236 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് NSEയില് 877 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചുള്ളൂ. തത്സമയം 1808 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. അദാനി എന്റർപ്രൈസസ്, ഭാരതി എയർടെൽ, ശ്രീറാം ഫൈനാൻസ്, ഇൻഡസ് ഇൻ ബാങ്ക്, M&M തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ ടൈറ്റാൻ കമ്പനി, NTPC, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, HDFC ലൈഫ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. ഇന്ന് എല്ലാ സെക്ടോറിയൽ ഇൻഡസ്ട്രീസും നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. മെറ്റൽ, റിയാലിറ്റി, ഫാർമ, ഓട്ടോ, പ്രൈവറ്റ് ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്ടറുകളിൽ 1% മുതൽ 2% ഇടിവ് ഇന്ന് ദൃശ്യമായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിന്റെ ഭാഗത്തു നിന്നും മോശമായ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുകയുണ്ടായത്. BSE മിഡ് ക്യാപ്പിന് 1.5% നഷ്ടം നേരിട്ടപ്പോൾ സ്മോൾ ക്യാപ്പിന് 1% നഷ്ടം നേരിടുകയുണ്ടായി. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ 4 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 87.66 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. നിലവില് ഇന്ത്യയിലെ IT സെക്ടർ 50% ട്രേഡ് താരിഫിന്റെ ഇമ്പാക്ട് ഡയറക്റ്റ് ഏൽക്കാത്ത ഒരു മേഖലയാണ്. കാരണം സർവീസ് സെക്ടർ ആയതുകൊണ്ട് തന്നെ ട്രേഡ് താരിഫിൽ ഈ സെക്ടർ ഉൾപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ട്രേഡ് താരിഫിന്റെ അനന്തരഫലങ്ങളായിട്ട് ഇവരുടെ ക്ലയന്റുകൾക്ക് ട്രേഡ് താരിഫിന്റെ ദൂഷ്യവശം അവരെ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യും. സോ അതിന്റെ ഫലമായിട്ട് കോസ്റ്റ് കുറയ്ക്കുവാനുള്ള പ്രഷർ മൂലം തൽഫലമായി IT സെക്ടറിന് സെക്കൻഡ് ഓർഡേഴ്സിന്റെ സ്ട്രെസ് അനുഭവപ്പെട്ടേക്കാം. അങ്ങനെ ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ട്രേഡ് താരിഫ് IT സെക്ടറുകളെ ബാധിക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തലുകൾ. Q1 ഏർണിംഗ്സിന്റെ മുന്നോടിയായിട്ട് ഇന്ന് 3ാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ടാറ്റ മോട്ടോഴ്സിൽ ഇടിവ് ദൃശ്യമായി. താരിഫ് നയങ്ങളുടെ ഫലമായിട്ട് ഇന്ന് ഇന്ത്യയിലെ മെറ്റൽ, റിയാലിറ്റി സ്റ്റോക്കുകളിൽ 5% ഇടിവ് ദൃശ്യമായി. ഇന്ന് ഇന്ത്യൻ ഡിഫൻസ് ഇൻഡെക്സും 2%-ലേറെ ഇടിവ് നേരിടുന്ന കാഴ്ചയും ദൃശ്യമായി. കാരണം പ്രധാനപ്പെട്ട ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഇന്ന് 6% ഇടിവ് ദൃശ്യമായി. മോശമായ Q1 ഏർണിംഗ്സ് വന്നതിന്റെ ഫലമായി. ഇന്ന് പോസിറ്റീവായി വന്ന മറ്റൊരു റിപ്പോർട്ട് ഇന്ത്യൻ റൈറ്റ്സ്, അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റി, ഇതിൽ 4 ലിസ്റ്റഡ് കമ്പനീസ് ആണ് ഉൾപ്പെടുന്നത്. ഈ 4 കമ്പനികളുടെയും മൊത്തത്തിലുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1 ലക്ഷം കോടി രൂപ കടന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്.
ഇനി നമുക്ക് വിശദമായി തന്നെ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കാനുണ്ടായ 5 ഘടകങ്ങൾ എന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഒന്നാമത്തെ ഘടകം ട്രേഡ് താരിഫിന്റെ ആശങ്കകൾ തന്നെയാണ്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് നമ്മൾ കണ്ടു വ്ളാഡിമിർ പുടിനും ട്രംപും തമ്മിലുള്ള ഔദ്യോഗിക മീറ്റിംഗിനെ കുറിച്ചുള്ള ന്യൂസുകൾ വന്നു. അതിനെ തുടർന്ന് ട്രേഡ് താരിഫിന്റെ നെഗോസിയേഷനുള്ള സാധ്യതകൾ നിക്ഷേപകരുടെ ഭാഗത്തും മാർക്കറ്റിന്റെ ഭാഗത്തും വർദ്ധിക്കുകയുണ്ടായി. എന്നാൽ ഇതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഇന്ന് US പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഇന്ത്യയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ട്രേഡ് നെഗോസിയേഷനും പോകുന്നില്ല എന്നുള്ള ഒരു പ്രസ്താവന വരികയുണ്ടായി. തൽഫലമായി അത് മാർക്കറ്റിനെയും നിക്ഷേപകരുടെ ഇടയിലും ഉള്ള ആശങ്ക അതിരൂക്ഷമായി വർദ്ധിപ്പിക്കുവാൻ കാരണമാക്കി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിന്റെ നഷ്ടത്തിന് പ്രധാന പങ്ക് വഹിക്കാനുണ്ടായ കാരണം താരിഫിന്മേലുള്ള ആശങ്കകൾ തന്നെയാണ്. രണ്ടാമതായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും വരുന്ന തുടർച്ചയായ സെല്ലിംഗ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു ഘടകം. ഇന്നലെ വരെ ഈ മാസത്തില് 5 ട്രേഡിംഗ് സെക്ഷനിലായിട്ട് മാത്രം 15,951 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും നമ്മുടെ ക്യാഷ് മാർക്കറ്റിൽ നടത്തുകയുണ്ടായത്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അതിന് ഇരട്ടിയോളം തുകയ്ക്ക് ഏകദേശം 29,071 കോടി രൂപയ്ക്ക് നമ്മുടെ ക്യാഷ് മാർക്കറ്റിൽ ബൈ നടത്തിയെങ്കിലും ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുവാൻ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അത് മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഫ്യൂച്ചർ മാർക്കറ്റിലുള്ള ഷോർട്ട് പൊസിഷൻ ദിനം പ്രതി വർദ്ധിപ്പിക്കുന്ന കാഴ്ചയും ദൃശ്യമാണ്. ബുധനാഴ്ച 1.67 ലക്ഷം കോടി രൂപയായിരുന്നു ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ എങ്കിൽ വ്യാഴാഴ്ച വന്നപ്പോഴേക്കും 1.73 ലക്ഷം കോടി രൂപയായി വർദ്ധിപ്പിച്ചു. ഇന്നത്തെ ഡേറ്റ നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ക്യാഷ് മാർക്കറ്റിലുള്ള സെല്ലിങ്ങും അതേസമയം ഇന്ത്യയിലെ ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ മാർക്കറ്റിനെ അനുദിനം തളർത്തിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമതായിട്ട് വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു ഘടകം. ഇന്നലെ മുതൽ US ട്രേഡ് താരിഫ് ഒത്തിരി രാജ്യങ്ങൾക്കെതിരെ നിലവിൽ വന്നതിന്റെ ഫലമായിട്ട് ഇന്ന് രാവിലെ നമ്മൾ കണ്ടു ഇന്നലെ US മാർക്കറ്റിലും മോശമായ പെർഫോമൻസ് ആയിരുന്നു. S&P 500 ഒക്കെ നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിലും മോശമായ പ്രകടനം തന്നെയാണ് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജർമ്മൻ മാർക്കറ്റൊക്കെ നഷ്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് ദൃശ്യമാകുന്നത്. ലീഡിംഗ് ആയ ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ, തായ്വാൻ, ഇന്തോനേഷ്യൻ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നിലവിൽ വ്യാപാരം അവസാനിപ്പിച്ചതും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം തുടരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിലും ഏഷ്യൻ മാർക്കറ്റ്സിലും ദൃശ്യമായ നെഗറ്റീവ് സെന്റിമെന്റ്സ് നമ്മുടെ മാർക്കറ്റിനെയും മോശമായി ബാധിക്കുകയുണ്ടായി. നാലാമതായി ഇന്ത്യൻ രൂപയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വീക്ക്നെസ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് തളർത്തിയ മറ്റൊരു ഘടകമായി മാറിയത്. ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് 4 പൈസയുടെ നേട്ടം കൈവരിക്കാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും കഴിഞ്ഞ 2 ആഴ്ചത്തെ ഫോളോയോടുകൂടി അമേരിക്കൻ ഡോളറിനെതിരെ 6 മാസത്തെ ഏറ്റവും ലോ ലെവലിലേക്ക് എത്തിച്ചേരുകയുണ്ട്. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് നേരിടേണ്ടി വരുന്ന മൂല്യശോഷണം നമ്മുടെ മാർക്കറ്റിൽ നിന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ വിറ്റ് മാറാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി മാറുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യശോഷണവും ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ ഇടിവിലേക്ക് നയിച്ച മറ്റൊരു ഘടകമായി മാറി. അഞ്ചാമതായി ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഉയർച്ച തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച മറ്റൊരു ഘടകം. കാരണം മാർക്കറ്റിലെ നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആശങ്കയും അതുപോലെ വിപണിയിലെ വോൾട്ടാലിറ്റിനെയൊക്കെയാണ് ഇന്ത്യ വിക്സ് സൂചിപ്പിക്കുന്നത്. ഇന്ന് ഇന്ത്യ വിക്സ് 3% ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ക്ലോസിംഗ് ബേസിസിൽ 2.19% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 12.03 എന്ന ലെവലിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. സോ ഈ 5 ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമായത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ US ഡോ ജോൺസ് ഫ്യൂച്ചർ 128 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. മറ്റുള്ള മാർക്കറ്റുകളെ കുറിച്ച് മുൻപ് പറഞ്ഞതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലും നേരിയ ഉയർച്ചയാണ് ദൃശ്യമാകുന്നത്. തത്സമയം ഗോൾഡിൽ നേരിയ ഇടിവും നിലവിൽ ദൃശ്യമാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. SBI നെറ്റ് പ്രോഫിറ്റിൽ 12% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 17,035 കോടി രൂപയിൽ നിന്നും 19,160 കോടി രൂപയായി വളർന്നു.
ടോട്ടൽ ഇൻകത്തിലും 10.31% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. NSDL ഇന്നും സ്റ്റോക്കിൽ 19% റാലി ദൃശ്യമായി. ലിസ്റ്റിംഗിനു ശേഷം 52% ഉയർച്ച സ്റ്റോക്കിൽ ദൃശ്യമായി. തൽഫലമായി ഇന്നത്തെ റാലിയോടുകൂടി സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 26,000 കോടി രൂപ ക്രോസ് ചെയ്യുകയുണ്ടായി. കൊറമാൻഡൽ ഇന്റർനാഷണൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ രഘുരാം ദേവർകൊണ്ട റിസൈൻ ചെയ്തു എന്നുള്ള വാർത്തകൾ. ഇൻഫീം അവന്യൂസ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ Rediff.comൽ 800.39 കോടി രൂപയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് യൂണിവേഴ്സൽ ബാങ്കിംഗ് ട്രാൻസാക്ഷനുള്ള അനുമതി RBIയുടെ ഭാഗത്തു നിന്നും കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ഫ്ലൈ SBS ഏവിയേഷൻ ഇന്ന് IPO NSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 90% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി. ഭാരതി എയർടെൽ ഇന്ന് സ്റ്റോക്കില് 6.7 കോടി ഷെയർസിന്റെ ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു. 1.1% ഇക്വിറ്റി ഷെയർസ് 12,563 കോടി രൂപ മൂല്യം വരുന്ന ബ്ലോക്ക് ഡീൽ വഴി കൈമാറി എന്നുള്ള വാർത്തകൾ. തൽഫലമായി ഇന്ന് സ്റ്റോക്കിൽ ഇടിവും അനുഭവപ്പെട്ടു. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. വീക്കെൻഡൊക്കെ എൻജോയ് ചെയ്യുക. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.